ഹായ് മൈ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് കുഞ്ഞുമുട കായലിൻ്റെ ആ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കുന്നു. കുഞ്ഞുമുട കായലിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റാണ് ഈ കാണുന്നത്. കുട്ടനാടിൻ്റെ ആ ജലാശയങ്ങളിൽ കൂടെ ഉള്ള യാത്രയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലമാണ് കുഞ്ഞുമുട കായൽ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇവിടെ നിന്നാണ് നമ്മൾ ഒരു വള്ളംകളി മത്സരങ്ങളെല്ലാം ആരംഭിക്കുന്നത്. ഈ കുട്ടനാടിൻ്റെ തനിമ വിളിച്ചോതുന്ന ആ ഗ്രാമീണ ഭംഗിയും ഒപ്പം തന്നെ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഹൗസ് ബോട്ടുകളും ഇവിടെ കാണാം. നോക്കൂ, നിങ്ങൾക്ക് കാണാം, ഹൗസ് ബോട്ടുകൾ ധാരാളമായി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ഈ ഹൗസ് ബോട്ട് യാത്രയിലായിരിക്കാം, ഇവർ റെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ വന്നിരിക്കുന്നതായിരിക്കാം. സാധാരണ ഹൗസ് ബോട്ടുകളിൽ യാത്ര ചെയ്യുമ്പോൾ രാത്രി കാലങ്ങളിൽ ഹൗസ് ബോട്ട് എവിടെയെങ്കിലും ഒന്ന് പാർക്ക് ചെയ്ത് ആളുകൾ ഉറങ്ങുന്നതാണ് ഇവിടുത്തെ ഒരു ശൈലി. ചെറിയ ചെറിയ ബോട്ട് ജെട്ടികളെല്ലാം ഇവിടെ കാണാം. അവിടെ ഞങ്ങൾ കണ്ടു പുന്നമന ബോട്ട് ജെട്ടി. ഇവിടെ ഒരു ജെട്ടിയുണ്ട്. ഈ ജെട്ടിയുടെ പേരെന്താ മോനെ? ഇവിടെ ഏതും ആയിക്കോട്ടെ. ഇവിടെ ഒരു പാലം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു പാലം പണി ഏതാ? കോതത്തോട് ജെട്ടി. അതെ, കോതത്തോട് സോമൻ ആയിക്കോട്ടെ, ഏതെങ്കിലും ജെട്ടി ആവട്ടെ. കണ്ടോ, ഈ ഭാഗത്തെല്ലാം വീടുകൾ കാണാം, ആ ഭാഗത്ത് ഹൗസ് ബോട്ടുകളും കാണാം. അതാ വരുന്നു ഒരു ഭീമൻ ഹൗസ് ബോട്ട്. ഏതാണ്ട് വലിയ ലക്ഷറി ഹൗസ് ബോട്ടാണ് ആ കാണുന്നത്. ഞങ്ങൾ മിഥുൻ എന്ന് പറയുന്ന ഒരു ബോട്ടിലാണ്, ഒരു ഷിക്കാര ബോട്ടിലാണ് യാത്ര ചെയ്യുന്നത്. ഒരു ഹൗസ് ബോട്ട് വരുന്ന കാണാം നമുക്ക് അവിടെ നിന്ന് തന്നെ. എന്താണ് അതിൻ്റെ പേര്? പിക്കാള്ളി. ഓക്കെ. ഹൗസ് ബോട്ട് ഇതിൽ കടന്നു പോവുകയാണ്. കണ്ടോ, ഒരു വലിയ ഹൗസ് ബോട്ട് തന്നെയാണത്. ഇനി നമ്മൾ പോകുന്നത് ഇതിൻ്റെ ഫിനിഷിംഗ് പോയിന്റിലേക്കാണ്, അല്ലേ? ഫിനിഷിംഗ് പോയിന്റിലേക്കുള്ള യാത്രയാണ് നമ്മൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ വാട്ടർ ചാലിൻ്റെ ഈ സൈഡിൽ നമുക്ക് കാണാം ചെറിയ ചെറിയ വീടുകളും ചെറിയ വള്ളങ്ങളും. ഇവിടെ ഗതാഗതത്തിന് ഉപയോഗിക്കുന്നത് നമ്മുടെ നാട്ടിൽ കാറാണെങ്കിൽ ഇവിടുത്തെ കാറ് ഈ ചെറിയ വള്ളമാണ്. എല്ലാ വീടുകളുടെയും മുമ്പിൽ ഇങ്ങനെ ചെറിയ വള്ളങ്ങൾ കാണാം. ചെറുതും വലുതുമായ വള്ളങ്ങൾ കാണാം. ഇവരുടെ നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങുന്നതിനും ഒക്കെ പോകുന്നത്, മാർക്കറ്റിലേക്ക് പോകുന്നത് ഈ വള്ളങ്ങളിലാണ്. ഒപ്പം തന്നെ സർക്കാരിൻ്റെ ചെറിയ ബോട്ട് സർവീസും ഇവിടെയുണ്ട്. അതിന് ടൈം വെച്ചിട്ടുണ്ട്. ഓരോ സമയാസമയങ്ങളിൽ അങ്ങനെ ബോട്ട് സർവീസ് ഉണ്ട്. കുട്ടനാടിൻ്റെ രൂപഭംഗിയും ആ പ്രകൃതി ഭംഗിയും ആസ്വദിക്കുക തന്നെ വേണം. ഏതായാലും നമ്മൾ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിയോ? 5 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തും. ഇതാണ് കുട്ടനാടിൻ്റെ ഫിനിഷിംഗ് പോയിന്റ്. ചിക്കാര വെള്ളം ഇപ്പോൾ പോകുന്നത് ഏതാണ്ട് ഒരു 14 നോട്ടിക്കൽ മൈൽ സ്പീഡിലാണ്, അല്ലേ? 14 നോട്ടിക്കൽ മൈൽ സ്പീഡിലാണ് പോകുന്നത്. നമ്മുടെ കിലോമീറ്റർ ആ സ്പീഡല്ലല്ലോ ഈ ഷിപ്പും ബോട്ടും അതുപോലെ വള്ളവും ഒക്കെ പറയുന്നത്. നോട്ടിക്കൽ മൈലാണ്. അത് പണ്ട് നമ്മൾ കോളേജിലൊക്കെ പഠിച്ച സമയത്തുള്ള അറിവാണ്. അവിടെ ധാരാളം ഹൗസ് ബോട്ടുകൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ജലാശയത്തിന് എത്രമാത്രം ഹൈറ്റ് കാണും? ആഴം നമ്മുടെ ഇവിടെയൊക്കെ ഒരു 6 മീറ്റർ, ഇവിടേക്ക് ഒരു 6 മീറ്റർ ഡെപ്ത് കാണും. കരയോട് എടുക്കാൻ നേരത്തെ ഒരു 1-1.5 മീറ്റർ. കരയോട് എടുക്കാൻ നേരത്തെ ഏതാണ്ട് 1-1.5 മീറ്ററാണ് ഡെപ്ത് ഉള്ളത്. ഇവിടെ യഥേഷ്ടം നീന്താനൊക്കെ സാധിക്കും, അല്ലേ? നീന്താൻ പറ്റും. ഒപ്പം തന്നെ മത്സ്യബന്ധനത്തിനും പറ്റും. ചൂണ്ടയൊക്കെ ഇടും ധാരാളം ആളുകൾ. വലയിടും. ആ ഭാഗത്തൊക്കെ കാണാം വലയൊക്കെ ഇട്ടിട്ടുണ്ട്. എല്ലാം ശരിക്കും അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ധാരാളം വീടുകളും കാണാം. ഇതാ പോകുന്നു ശിവഗിരിനാഥൻ. ഹായ്, ഗുഡ് മോർണിംഗ്. ശിവഗിരിനാഥൻ പോയി കഴിഞ്ഞു. ഞങ്ങളിതാ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അവിടെ നിന്ന് ഒരു ഹൗസ് ബോട്ട് വരുന്നുണ്ട്. ഒരു ചെറിയ ഹൗസ് ബോട്ട് വരുന്നുണ്ട്. ഒരു ചെറിയ കൊട്ടാരം ഒഴുകി വരുന്നുണ്ട്. ഒരുപാട് ഹൗസ് ബോട്ടുകൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടും രാവിലെ സമയം ഒന്ന് കണ്ട് മനം നിറയെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു നല്ല ഏരിയയാണ് ഈ കുട്ടനാടിൻ്റെ ഈ ഫിനിഷിംഗ് പോയിന്റും ഈ ജലാശയവും. ഇതും ഒരു ഹൗസ് ബോട്ടാണ് വരുന്നത്.
ബോട്ടാണ് വരുന്നത്. അങ്ങനെ വെക്കുന്നുണ്ടോ? എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട്. ബോട്ടുകൾ ധാരാളം ഇവിടെ പാർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ഫിനിഷിംഗ് പോയിന്റിലേക്ക് 2 കിലോമീറ്ററോളം പാർക്ക് ചെയ്തിട്ടുണ്ട്. 2 കിലോമീറ്ററോളം ഇവിടെ ഹൗസ് ബോട്ടുകൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ സീസണാണോ മോനെ? സീസൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സീസൺ സ്റ്റാർട്ട് ചെയ്തു. ഡിസംബർ ജനുവരി സീസൺ ടൈമാണ്. ഈ ബിൽഡിംഗ് എന്ത് ബിൽഡിംഗ് ആണ്? ഇതൊരു പ്രോപ്പർട്ടിയാണ്. VKL ഒരു പ്രോപ്പർട്ടിയാണ്. VKL ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. വില്ലാസ് വില്ല പ്രോജക്റ്റ് ആണ്. വില്ലാസാണ് ഈ കാണുന്നത്. പ്രോജക്റ്റ് ആണ്. ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ടുണ്ട്. വില്ല പ്രോജക്റ്റ് ആണ് ഈ കാണുന്നത്. അവരുടെ തന്നെ ബിൽഡിംഗ് ആണോ? ഇല്ലേ, എല്ലാം അവരുടെ തന്നെയാണ്. ഈ 2 ഐലൻഡ് ഉണ്ട്. 2 ഐലൻഡ് അവരുടെ തന്നെയാണ്. ഈ ഐലൻഡിൽ അവരൊക്കെ ഇവിടെ വന്ന് നേരത്തെ തന്നെ സ്ഥലം മേടിച്ച് ഇപ്പോൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നതാണ്. നമ്മൾ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിക്കഴിഞ്ഞു. അല്ലേ, എത്തിയിട്ടില്ല. ആ പവലിയാണ്. അവിടെ ഒരു പവലിയനുണ്ട്. പവലിയൻ കഴിഞ്ഞാൽ ഫിനിഷിംഗ് പോയിന്റാണ്. ഇത് റമദ അതാണ് ഹോട്ടൽ റമദ. ഹോട്ടൽ റമദയാണ് ആ കാണുന്നത്. വീണ്ടും ഹൗസ് ബോട്ട് വരുന്നുണ്ട്. ഇത് ജങ്കാർ. ഇവിടുന്ന് കൺസ്ട്രക്ഷൻ ആയിട്ടുള്ള മെറ്റീരിയൽസ് കൊണ്ടുവന്നില്ല. കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് പാസ് ചെയ്യുന്ന ജങ്കാറാണ് ഇവിടെ പാർക്ക് ചെയ്തിരുന്നത്. ഹൗസ് ബോട്ട് തലേദിവസം ട്രിപ്പ് കഴിഞ്ഞ് ഇപ്പോൾ വന്ന് പാർക്ക് ചെയ്യുന്ന സമയം 12 മണി 1 മണിക്ക് വന്നാൽ ഇവിടെ പകുതിയും കൂടുതൽ കുറവായിരിക്കും അല്ലേ? ഹൗസ് ബോട്ടുകളും കുട്ടനാടും ആസ്വദിക്കാൻ പറ്റിയ ഒരിടം തന്നെയാണ്. ഇവിടെ ഞങ്ങൾ ഹിൽ പാലസിൽ നിന്നും വന്ന രാവിലെ നടക്കുന്ന പ്രഭാത സവാരിക്ക് പോകുന്ന ആളുകളുടെ ഒരു ഗ്രൂപ്പാണ്. ഈ ഗ്രൂപ്പിൽ ഏതാണ്ട് ഞങ്ങൾ കുട്ടികളടക്കം 19 പേരാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ രാവിലെ 5:30 മണിക്ക് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു പാട്ട് പാടിക്കൂടെ? ഒരു പാട്ട്. കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു കണ്ണേ കുയിലായി കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു കണ്ണേ കുയിലായി. എത്തിക്കഴിഞ്ഞു. വരവേൽക്കാനായി എല്ലാവരും ഇഷ്ടപ്പെട്ടോ? ഹായ്, ബൈ. ഞങ്ങൾ ഈ യാത്ര ഇവിടെ തൽക്കാലം അവസാനിപ്പിക്കുന്നു. ഞാൻ ജോൺസൺ വർഗീസ്, ഹിൽ പാലസ്. രഹയാനും സിബിക്കും ഈ ബോട്ടിന്റെ ഉടമ മിഥുനും നന്ദി, നമസ്കാരം. താങ്ക് യു.